തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് കൂരട കഴിഞ്ഞ 10 വർഷങ്ങളായി രാഷ്ട്രീയ അതിപ്രസരണവും അധികാരമോഹികളുടെ ഭാഗ്യപരീക്ഷണങ്ങളുമാണ് വികസനത്തിന്റെ മുഖ്യ തടസ്സമായതെന്ന് ആരോപിച്ച് പി അബ്ദുൽ ലത്തീഫ് മുന്നറിയിപ്പ് നൽകി. വാർഡിന്റെ പുനർനിർണയത്തിന് മുൻപ് 8ാം വാർഡായിരുന്ന കൂരടയിൽ 2015, 20, 25 എന്നീ 3 തെരഞ്ഞെടുപ്പ് കാലയളവുകളിലും ജനങ്ങൾ പ്രതീക്ഷിച്ച വികസനക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമായില്ലെന്നും വികേന്ദ്രീകൃത ജനകീയ ആസൂത്രണ പദ്ധതികളിലൂടെ ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടുവെന്നും അബ്ദുൽ ലത്തീഫ് കുറ്റിപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ആകെ സ്മാർട്ട് അംഗനവാടികളാണ്. എന്നാൽ ഞങ്ങളുടെ അംഗനവാടി 8ാം വാർഡിലെ അംഗനവാടി ഇപ്പോഴും തദ്ദൈവ. അതുപോലെ തെരുവിളക്ക് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾക്കില്ല, അത് കിട്ടാൻ കനിയാണ്. ഉണ്ടായിരുന്നതൊക്കെ കണ്ണ് ചിമ്മി. പിന്നെ റോഡുകളുടെ അവസ്ഥ 2 തരത്തിൽ പറയാം. നമ്മളിപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല, കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടായത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ വാർഡിലാണ് മൊത്തം ബ്ലോക്കിൻ്റെ, അതായത് 4-5 പഞ്ചായത്തുകൾക്ക് വെള്ളം കൊടുക്കുന്ന കുടിവെള്ള പദ്ധതി, നമ്മുടെ റെസ്ക്യൂ ഹോമിൻ്റെ അവിടെ, വൃദ്ധസദനത്തിൻ്റെ അവിടെ. അപ്പോൾ നരിപ്പറമ്പിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി ഒരു ഭാഗം പൊളിച്ചു. ഈ ശുദ്ധീകരിച്ച വെള്ളം തിരിച്ച് മറ്റു പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ മറ്റൊരു ലൈൻ അവിടെയും പൊളിച്ചു. അതോടുകൂടി വളരെ ഭദ്രമായിരുന്ന നമ്മുടെ ഈ തവനൂർ റോഡ് മുതൽ ഏതാണ്ട് അയിങ്കലം വരെയുള്ള ആ റോഡ് എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് പോലെ കിടന്നിരുന്ന റോഡ്, ഒരു കുഴപ്പമില്ലാതെ കിടന്നിരുന്നു. ഇന്നിപ്പോൾ അതിലൂടെ ഒരു വാഹനം വിളിച്ചാൽ വരാത്ത അവസ്ഥയിലേക്ക് എത്തി. ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് തുല്യമായും സുതാര്യമായും വികസനവും ക്ഷേമവും ഉറപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പഴയ ആ 10 വർഷങ്ങൾ ഇനി ആവർത്തിക്കാനാവില്ല എന്നും അബ്ദുൽ ലത്തീഫ് വ്യക്തമാക്കി. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തവനൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് കൂരടയിൽ നിന്നും പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കുറ്റിപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ പി ശശി, എം മജീദ്, കെ വി നാരായണൻ, എം പി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം.